സ്റ്റേഷനിലെ പോലീസ് അതിക്രമത്തിന്റെ CCTV ദൃശ്യങ്ങൾ വിവരാവകാശ നിയമപ്രകാരം നേടാൻ ഉറച്ച റിട്ടയർഡ് ബാങ്ക് ജീവനക്കാരൻ അടൂർ പള്ളിക്കൽ സ്വദേശിയായ വി ബാബു മുൻ സബ് ഇൻസ്പെക്ടർ അനൂപ് ചന്ദ്രനെതിരെ മുഖ്യമന്ത്രിക്കും നേരത്തെ പരാതി നൽകിയിരുന്നു. പള്ളിക്കൽ സ്വദേശിനിക്ക് 20,000 രൂപ വായ്പ നൽകിയ വിഷയത്തിലെ തർക്കം സ്റ്റേഷനിലെത്തിയപ്പോഴായിരുന്നു ബാബുവിന് ദുരനുഭവം ഉണ്ടായതത്രേ. പണം കൊടുത്ത് 1.5 വർഷമായിട്ടും തുക പൂർണ്ണമായി തിരികെ കിട്ടിയില്ല. പണം ആവശ്യപ്പെട്ട് അവരുടെ വീട്ടിലെത്തിയപ്പോൾ ഉണ്ടായ കശപിശ പരാതിയായി സ്റ്റേഷനിലെത്തുകയായിരുന്നു. ഇരുകൂട്ടരെയും ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ സബ് ഇൻസ്പെക്ടർ അനൂപ് ചന്ദ്രൻ ബൂട്ടിട്ട് കാലിൽ തൊഴിച്ചതായാണ് ബാബുവിന്റെ പരാതി. കഴിഞ്ഞ മെയ് മാസം 27-ന് വൈകുന്നേരമായിരുന്നു സംഭവമത്രേ. അദ്ദേഹം ഓടി വന്ന് അടിക്കാൻ ഇങ്ങനെ കൈ ഓങ്ങിയെങ്കിലും ചേട്ടത്ത് വരെ കൊണ്ടുവന്നെങ്കിലും അത് കൈ പിൻവലിക്കുകയും വലത്ത് കാലുകൊണ്ട് എൻ്റെ ഇടത്ത് കാലിൻ്റെ പാദത്തിൻ്റെ മേൽ ആഞ്ഞു തൊഴിക്കുക, ബൂട്ടിട്ട കാലുകൊണ്ട് ആഞ്ഞു തൊഴിക്കുകയാണ് ചെയ്തത്. അതിന് ശേഷം അത് മുറിവുണ്ടാവുകയും ഞങ്ങൾ ഹോസ്പിറ്റലിൽ മെഡിക്കൽ ശുശ്രൂഷ തേടുകയുമാണ് ചെയ്തത്. മുഖ്യമന്ത്രി, DGP, പട്ടികജാതി കമ്മീഷൻ എന്നിവർക്ക് പരാതി നൽകി. സംഭവത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ട യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നാണ് ആക്ഷേപം. അടൂർ സ്റ്റേഷനിനുള്ളിൽ വെച്ചുണ്ടായ സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ രേഖയായി കിട്ടാനുള്ള സാധ്യത തേടുകയാണ് ഇനി. പത്തനംതിട്ട SP-ക്ക് അതിനുവേണ്ടി അത് പ്രിസർവ് ചെയ്യണം, നശിപ്പിക്കാൻ ഒരു സാധ്യത ഉണ്ടെന്നുള്ള ഒരു നിഗമനത്തിൻ്റെ പുറത്ത് ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം അത് എടുക്കാം എന്നുള്ള ഒരു ധാരണയിൽ ഇരിക്കുകയാണ്. അതേസമയം വി ബാബു ഉന്നയിച്ച പരാതിയിൽ അന്വേഷണമുണ്ടായെന്നും അതിന്റെ അടിസ്ഥാനത്തിലാണ് അനൂപ് ചന്ദ്രനെ കൺട്രോൾ റൂമിലേക്ക് സ്ഥലം മാറ്റിയതെന്നും അടൂർ പോലീസ് വിശദീകരിച്ചു. പണം പലിശയ്ക്ക് നൽകിയതിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ് കാര്യങ്ങളെ സ്റ്റേഷനിലെത്തിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.